സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നടപടിയായി വനംവകുപ്പ് 9 RRTകളെ രൂപീകരിക്കും എന്നുള്ള തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, സംസ്ഥാനത്ത് വനം മേഖലയിൽ പ്രത്യേകിച്ച് മൃഗങ്ങളും വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിലൊരു കടുത്ത നടപടി വേണം, ഒപ്പം തന്നെ തങ്ങൾക്ക് ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം ഈ മേഖലയിൽ നിന്ന് ഉള്ളവരൊക്കെ തന്നെ ആവശ്യപ്പെടുകയും ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 9 RRTകളാണ് ഇപ്പോൾ രൂപീകരിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുള്ളത്. 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ ഇന്നത്തെ യോഗം ഔദ്യോഗികമായി തീരുമാനമെടുത്തു. ഇതിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഒപ്പം തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ, പാർട്ട് ടൈം സ്വീപ്പർ എന്നിവയുടെ തസ്തികകൾ, അതായത് 9 തസ്തികകൾ വിഹിതം സൃഷ്ടിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഒപ്പം തന്നെ തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട്, പുനലൂർ ഡിവിഷനിൽ തെന്മല, കോട്ടയം ഡിവിഷനിൽ വണ്ടൻ പതാൽ, മാങ്കുളം ഡിവിഷനിൽ കടലാർ, കോതമംഗലം ഡിവിഷനിൽ കോതമംഗലം എന്നിവിടങ്ങളിലും ചാലക്കുടി ഡിവിഷനിൽ പാലപ്പള്ളി, നെന്മാറ ഡിവിഷനിൽ കൊല്ലംകോട്, നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുവാരക്കുണ്ട്, നോർത്ത് വയനാട് ഡിവിഷനിൽ മാനന്തവാടി എന്നിവിടങ്ങളിലാണ് പുതിയതായി രൂപീകരിക്കുന്ന RRTകൾ എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്തായാലും ഏറെ നാളത്തെ സാധാരണക്കാരുടെയും ഒപ്പം തന്നെ ഈ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെയും ആവശ്യമായിരുന്നു RRTകൾ രൂപീകരിച്ചുകൊണ്ടും ഒക്കെ വനം വന്യജീവി സംഘർഷങ്ങളും മനുഷ്യരുമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത്. എന്തായാലും ആ ആവശ്യമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഔദ്യോഗികമായി പുതിയ തസ്തികകൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് 9 RRTകൾ വിവിധ ഡിവിഷനുകളിൽ രൂപീകരിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ധാരണയും തീരുമാനവുമായിട്ടുള്ളത്. ലക്ഷ്മി.